ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത മാനുഷിക മൂല്യങ്ങളാണ്. ഭരണഘടനയെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കും മനുഷ്യസ്പർശം ഉണ്ടാകാതെ വയ്യ. അതുകൊണ്ടാണ് കവിതയും കഥകളും സാഹിത്യവും കോടതി വിധികളുടെ ഭാഗമാകുന്നത്. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവുകളിലാണ് പലപ്പോഴും സിനിമാ ഗാനങ്ങൾ വരെ ഇടം പിടിക്കാറുള്ളത്. 5 കൊലപാതക കേസുകളിൽ പ്രതിയായ അച്ഛന് പരോൾ ലഭിക്കാൻ മകൾ നടത്തിയ നിയമപോരാട്ടത്തിലെ വിധിന്യായത്തിൽ ഇടം പിടിച്ചത് സഹോദരി ഭർത്താവ് കൂടിയായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ ഈ സിനിമാ ഗാനമായിരുന്നു. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെയുരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അമ്മ പീഡനത്തിനിരയായാണ് തന്നെ ഗർഭം ധരിച്ചതെന്നും രേഖകളിൽ അമ്മയുടെ പേര് മാത്രം ചേർത്ത് നൽകണമെന്നും ആവശ്യപ്പെട്ടെത്തിയ മകന് നീതി നൽകിയ ഉത്തരവിലും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ തൻ്റെതായ വാക്കുകൾ കൂട്ടിച്ചേർത്തിരുന്നു. മാലി മാധവൻ നായർ രചിച്ച കർണശബദം ആട്ടക്കഥയിലെ ഭാഗം വിവരിച്ചുകൊണ്ടാണ് ഇത്തരം കുട്ടികൾ നേരിടുന്ന മാനസിക സംഘർഷം കോടതി അവതരിപ്പിച്ചത്. എന്തിഹ മന്മാനസേ സന്ദേഹം വളരുന്നു എന്ന് തുടങ്ങുന്ന പദത്തിൽ കർണൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വിവരിച്ചിട്ടുണ്ട്. കുന്തി വെളിപ്പെടുത്തുന്നതുവരെ മാതാപിതാക്കൾ ആരെന്നറിയാത്ത കർണൻ അനുഭവിക്കുന്ന മനോവിഷമം വേദവ്യാസൻ വിവരിക്കുന്ന മഹാഭാരതവും കോടതി ഉത്തരവിന്റെ ഭാഗമായി. കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വിവാഹം കഴിക്കുന്നതിനായി അടിയന്തര പരോൾ അനുവദിച്ച ഉത്തരവിൽ പ്രണയത്തെക്കുറിച്ചാണ് കോടതി വിവരിച്ചത്. പ്രണയം യാതൊരു തടസ്സങ്ങളും അംഗീകരിക്കില്ല എന്ന അമേരിക്കൻ കവയിത്രി മായ ആഞ്ചലോയുടെ വാക്യങ്ങളാണ് ആ ഉത്തരവിലുള്ളത്. ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭർത്താവിന് ജാമ്യം അനുവദിച്ച ഉത്തരവിൽ ഇടം പിടിച്ചത് എൻ കക്കാടിന്റെ വരികളും. വരിക സഖിയരികട്ടു ചേർന്നു നിൽക്കൂ, പഴയൊരു മന്ത്രം സ്മരിക്കാം, നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം, ആ സഫലമീ യാത്ര. മനുഷ്യബന്ധങ്ങളെ ഇങ്ങനെ വരച്ചിട്ട ജസ്റ്റിസ് ഭരണഘടനയെക്കുറിച്ച് പറയാൻ തിരഞ്ഞെടുത്ത സന്ദർഭം മറ്റൊന്നായിരുന്നു. മുൻ ധനകാര്യമന്ത്രിക്ക് കൈകൊടുത്തത് ശരീഅത്ത് നിയമലംഘനമാണെന്നും വിശ്വാസ ലംഘനം നടത്തിയെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെടുത്ത കേസ് റദ്ദാക്കണമെന്ന പ്രതിയുടെ ആവശ്യം തള്ളിയ ഉത്തരവിൽ കോടതി പറഞ്ഞത് മതവിശ്വാസം രാജ്യത്തിന്റെ ഭരണഘടനയേക്കാൾ വലുതല്ലെന്നായിരുന്നു. നിയമത്തിന്റെ ഇഴകളും പഴുതുകളും പരിശോധിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ടവർ ചിലപ്പോൾ തോറ്റുപോയേക്കാം. വിജയിച്ചവർ തന്നെ ഏറെ യാതന അനുഭവിച്ചിട്ടുണ്ടാകാം. അവർക്കെല്ലാം സ്വാന്തനമാകുന്നതാകട്ടെ ന്യായാധിപന്മാരുടെ ഇത്തരം വചനങ്ങളും വരികളും.